ഫ്രണ്ട്സ്, റാങ്ക് മേക്കറിൻ്റെ കോപ്പറേറ്റീവ് സഖി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമായ ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. ഈ ആക്ടിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികൾ, കമ്മിറ്റികൾ, ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, സെക്ഷൻസ് എന്നിവയെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമായതുകൊണ്ട് തന്നെ എല്ലാ മത്സര പരീക്ഷകളിലും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ആദ്യം തന്നെ നമുക്ക് ആക്ടിൻ്റെ പേര് പഠിക്കാം. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ആക്ട് 10 ഓഫ് 1904 എന്ന് ഈ ആക്ട് അറിയപ്പെടുന്നുണ്ട്. മാർച്ച് 25, 1904 1904 ആക്ട് നിലവിൽ വരുന്നത്. ഡേറ്റ് വളരെ പ്രധാനമാണ്. മാർച്ച് 25, 1904. 1904 ആക്ടിൽ ടോട്ടൽ 29 സെക്ഷൻസ് ഉണ്ട്. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1904 ആക്ടിൽ റൂളുകൾ ഒന്നും തന്നെ ഇല്ല. അതായത് മൊത്തം 29 സെക്ഷൻസും 0 റൂൾസുമാണ് 1904 ആക്ടിൽ ഉള്ളത്. 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 നിലവിൽ വരുന്നത്. 1904 ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയിലെ സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തിരുന്നത് 1882 കമ്പനീസ് ആക്ടിൻ്റെ കീഴിലായിരുന്നു. 1901 എഡ്വേർഡ് ലോ കമ്മിറ്റിയെ നിയമിക്കുകയും അതിനുശേഷമാണ് റൈഫീസൺ മോഡൽ ഓഫ് കോർപ്പറേഷനിൽ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരികയും ചെയ്തത്. ഇനി സ്ലൈഡിൽ ഉൾപ്പെടുത്താത്ത ചില ബോണസ് പോയിന്റുകൾ പറയാം. 1901 സർ എഡ്വേർഡ് ലോയെ ചെയർമാനാക്കിക്കൊണ്ട് എഡ്വേർഡ് ലോ കമ്മിറ്റിയെ നിയമിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ ആണ്. അതുപോലെ എഡ്വേർഡ് ലോയോടൊപ്പം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഡ്യൂപ്പർനിക്സും ഫ്രെഡറിക് നിക്കോൾസണും. നമ്മൾ പറഞ്ഞു 1904 ആക്ട് എന്ന് പറയുന്നത് റൈഫീസൺ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന്. അതായത് റൈഫീസൺ മോഡൽ വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 1904 ഫ്രെയിം ചെയ്ത നിയമം അനുസരിച്ച് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് റൈഫീസൺ മോഡലിലാണ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇനി നമുക്ക് 1904 ആക്ടുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യം സർ എഡ്വേർഡ് ലോയാണ്. 1901 ലോർഡ് കേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാനാണ് സർ എഡ്വേർഡ് ലോ. ഇദ്ദേഹമാണ് 1904 ആക്ട് ഫ്രെയിം ചെയ്തത്. രണ്ടാമതായി പറയുന്ന വ്യക്തിയാണ് ഹെൻറി വോൾഫ്. 1904 ആക്ട് ഫ്രെയിം ചെയ്യാൻ ആവശ്യമായ അഡ്വൈസ് എഡ്വേർഡ് ലോ കമ്മിറ്റിക്ക് നൽകിയത് ഹെൻറി വോൾഫാണ്. അതേപോലെ പറയേണ്ട മറ്റ് പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഫ്രെയിം ചെയ്തത് ഹെൻറി വോൾഫാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ പേരാണ് കോ ഓപ്പറേഷൻ ഇൻ ഇന്ത്യ. ഇത് 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ബോണസ് പോയിൻ്റായിട്ട് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡെവിസിൽ ഇബ്സ്റ്റൺ. അതായത് 1904 ആക്ട് കമ്പയർ ചെയ്ത വ്യക്തിയാണ് ഡെവിസിൽ ഇബ്സ്റ്റൺ. ആക്ടിൽ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായൊരു ഓർഡറിലേക്ക് കൊണ്ടുവന്ന് അതിന് നല്ലൊരു ഷേപ്പ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഡെവിസിൽ ഇബ്സ്റ്റൺ. ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്താത്ത 2 വ്യക്തികളാണ് ഡ്യൂപ്പർനിക്സ് അതുപോലെ തന്നെ ഫ്രെഡറിക് നിക്കോൾസൺ. 1904 ആക്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട 2 മെമ്പേഴ്സാണ് ഡ്യൂപ്പർനിക്സും ഫ്രെഡറിക് നിക്കോൾസണും. 1904 ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അഗ്രികൾച്ചറിസ്റ്റ്, ആർട്ടിസൻസ് ആൻഡ് പീപ്പിൾ ഓഫ് ലിമിറ്റഡ് മീൻസ് ഇവരുടെ ഇടയിൽ ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, കോപ്പറേഷൻ എന്നിവ എൻകറേജ് ചെയ്യുക എന്നതാണ്. 1904 ആക്ടിൻ്റെ പർപ്പസ്. ആക്ടിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ആക്ട് പ്രകാരം നമുക്ക് ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. അതുപോലെ ക്രെഡിറ്റ് സൊസൈറ്റീസിന് കൃത്യമായിട്ടുള്ളൊരു ലീഗൽ ഫ്രെയിംവർക്ക് നൽകുക, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, രാജ്യത്തിൻ്റെ ടോട്ടൽ റൂറൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നതിലൂടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പകൾ ലഭിക്കും. അത് കർഷകരുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതുവഴി ടോട്ടൽ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും സഹായിക്കും. അതാണ് ഈ 1904 ആക്ടിൻ്റെ മേജർ പർപ്പസ് എന്ന് പറയുന്നത്. നമുക്കറിയാം
അന്നത്തെ കാലഘട്ടത്തിൽ കർഷകർക്ക് വായ്പകൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ കർഷകർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു പ്രശ്നമാണ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൽ നിന്നും അവർക്കൊരു റിലീഫ് കിട്ടാൻ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ ഈ പറയുന്ന ക്രെഡിറ്റ് സൊസൈറ്റീസിന് സാധിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റ്. സെക്ഷൻ 3 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ്. സെക്ഷൻ 5 രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും സെക്ഷൻ 21 കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എൻക്വയറി എന്നിവയെക്കുറിച്ചും സെക്ഷൻ 23 ഒരു സൊസൈറ്റിയുടെ ഡിസൊല്യൂഷനെക്കുറിച്ചും പറയുന്നു. ഓർക്കുക, 1904 ആക്ടിൽ ടോട്ടൽ 29 സെക്ഷൻസും 0 റൂൾസുമാണ് ഉള്ളത്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ 1904 ആക്ട്. ഈ ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റികളുടെ മെമ്പർഷിപ്പ് ഇൻഡിവിജ്വൽസിന് മാത്രം റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ അല്ലെങ്കിൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒന്നും തന്നെ ഫോം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് ക്യാൻ ബി ഫോംഡ്. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്യാൻ പറ്റില്ല. മെമ്പർഷിപ്പ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ്. അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ സൊസൈറ്റീസ് ഫോം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ മിനിമം 10 മെമ്പേഴ്സ് വേണം. ഈ 10 പേരും സെയിം വില്ലേജ് അല്ലെങ്കിൽ ടൗണിൽ വരുന്ന ആളുകളായിരിക്കണം. അതും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. സൊസൈറ്റികളെ പ്രധാനമായും റൂറൽ സൊസൈറ്റീസ് എന്നും അർബൻ സൊസൈറ്റീസ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ലോണുകൾ സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് മാത്രമാണ് നൽകിയിരുന്നത്. അതുപോലെ നോൺ മെമ്പേഴ്സിൽ നിന്നും സൊസൈറ്റി ബോറോ ചെയ്യുന്നതിനെ കൃത്യമായി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നോൺ മെമ്പേഴ്സിൽ നിന്നും ഫണ്ടുകൾ ബോറോ ചെയ്യാൻ പറ്റില്ല. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന പോസ്റ്റ് ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1904 ആക്ടിലൂടെയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമാണ് 1904. ഈ ആക്ടിലൂടെയാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തസ്തിക നിലവിൽ വരുന്നത്. 1904 ആക്ട് പ്രകാരം സൊസൈറ്റിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് രജിസ്ട്രാർ ആണ്. ഈ ഓഡിറ്റ് രജിസ്ട്രാർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്തു നൽകേണ്ടത്. റൂറൽ സൊസൈറ്റിയും അർബൻ സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. റൂറൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അർബൻ സൊസൈറ്റിയുടെ ലയബിലിറ്റി ലിമിറ്റഡോ അൺലിമിറ്റഡോ ആകാം. റൂറൽ സൊസൈറ്റിയിൽ 80% മെമ്പേഴ്സും അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. അർബൻ സൊസൈറ്റിയിൽ 80% മെമ്പേഴ്സും നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. ഒരു റൂറൽ സൊസൈറ്റിയിൽ ഡിവിഡൻഡ് ലഭിക്കുന്നതല്ല. അർബൻ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ലഭിക്കാനുള്ള അവകാശമുണ്ട്. റൂറൽ സൊസൈറ്റിയിലെ എൻറ്റയർ പ്രോഫിറ്റ്, അതായത് റൂറൽ സൊസൈറ്റിയിലെ മൊത്തം പ്രോഫിറ്റും റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കും. അർബൻ സൊസൈറ്റിയിലെ പ്രോഫിറ്റിൻ്റെ 4/1 മാത്രമാണ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നത്. ബാക്കിയുള്ള പോർഷൻ അവർക്ക് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. 1904 ആക്ടിൻ്റെ ലിമിറ്റേഷൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് ക്യാൻ ബി ഫോംഡ്. 1904 ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ 1904 ആക്ടിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, അപ്പെക്സ് അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റീസ് ഫോം ചെയ്യാനോ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്യാനോ ബൈലോ അമെൻഡ് ചെയ്യാനോ ഉള്ള പ്രൊവിഷൻ 1904 ആക്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഓഡിറ്റിങ്ങിന് വളരെയധികം ഡിലേ ഉണ്ട് എന്നതും 1904 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനാണ്. നമുക്കറിയാം, ഓഡിറ്റ് രജിസ്ട്രാർ ഡയറക്റ്റ്ലി ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിന് ഡിലേ ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഒരു ലിമിറ്റേഷനാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ്. അത് വിത്തൗട്ട് പെർമിഷൻ യൂസ് ചെയ്യുന്നത് ഒരു പണിഷബിൾ ഒഫൻസ് ആയിരുന്നില്ല 1904 ആക്ട് പ്രകാരം. സൊസൈറ്റികളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതും 1904 ആക്ടിൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ലിമിറ്റേഷനായിട്ട് പറയപ്പെടുന്നുണ്ട്. 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണ്? ഒരു സൊസൈറ്റി റൂറൽ ആണോ അർബൻ ആണോ എന്നൊരു ഡിസ്പ്യൂട്ട് വന്നാൽ അത് സോൾവ് ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? 1904 ആക്ടിൽ രജിസ്ട്രാർക്ക് എത്രത്തോളം പവർ ഉണ്ടായിരുന്നു? ഒരു മെമ്പർ, പാസ്റ്റ് മെമ്പറോ പ്രസൻറ്റ് മെമ്പറോ ഡിസീസ്ഡ് മെമ്പറോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എത്രത്തോളം വരുന്നുണ്ട്? ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി 1904 ആക്ടിൽ എത്ര % പ്രോഫിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും? 1904 ആക്ടിൽ ഓഡിറ്റ് നടത്തുന്നത് രജിസ്ട്രാർ ആണെങ്കിൽ ഇൻസ്പെക്ഷനും എൻക്വയറിയും നടത്തുന്നത് ആരാണ്? ഇതുപോലെയുള്ള ബോണസ് പോയിന്റുകൾക്കായി കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിരിക്കുന്ന
നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് PDF-ഉം ഡീറ്റെയിൽഡ് നോട്ട്സും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. 1904 ആക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്നത് 1904 ആക്റ്റാണ്. ഈ ആക്ട് അതിൻ്റെ സിംപ്ലിസിറ്റിക്കും ഫ്ലെക്സിബിലിറ്റിക്കും വളരെയധികം ഫേമസ് ആണ്. 1904 ആക്ടിലെ ഡിഫക്റ്റുകളെല്ലാം പിന്നീട് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലൂടെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും അതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്, ഡീറ്റെയിൽസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.